Hello everyone, welcome back to Raj Talks. മിസ്സസ് ദേശ്പാണ്ഡെ, റൈറ്റർ ഡയറക്ടർ നാഗേഷ് കുക്കനൂർ, നമ്മുടെ ഇക്ബാൽ എല്ലാം ഡയറക്റ്റ് ചെയ്ത ആളാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമായിട്ടുള്ള 6 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. സ്റ്റാറിങ് മാധുരി ദീക്ഷിത്, പിയാൻഷു ചാറ്റർജി, സിദ്ധാർത്ഥ് ചന്ദ്രശേഖർ, കവിൻ ദേവ്. ഈ കവിൻ ദേവിനെയൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ പുള്ളിക്ക്. അങ്ങനെ ഇതിനകത്ത് വന്നു പോകുന്നവരാരും ബോറായിട്ട് അഭിനയിച്ചിട്ടില്ല. എല്ലാവരും നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ ഒരൊറ്റ പേര് മാധുരി ദീക്ഷിത്. പുള്ളിക്കാരി അടുത്ത കാലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇച്ചിരി സട്ടിലായിട്ട് കുറേ ഇമോഷൻസ് എല്ലാം ഉള്ളിലൊതുക്കി ഒരു സ്മൈലുണ്ടാവും. ആ സ്മൈലിൻ്റെ പുറകിൽ വളരെ നിഗൂഢതയുണ്ടെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ക്യാരക്ടർ പുള്ളിക്കാരി അറിഞ്ഞ് നല്ല വൃത്തിക്ക് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ 6 എപ്പിസോഡും കണ്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ കാരണം. അല്ലെങ്കിൽ ഇത് വെറും ക്ലീഷേ, എല്ലാ ക്ലൂസും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന, പ്രത്യേകിച്ച് മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു വരികൾക്കിടയിൽ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂ നമുക്ക് ആദ്യമേ ഇട്ട് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പിക്ക് ചെയ്യും. അതായത് നമ്മുടെ ഒരു സിനിമ എല്ലാ സിനിമകളും കണ്ട് കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രിപ്പയർഡായി, പ്രത്യേകിച്ച് ഒരു ക്രൈം ത്രില്ലർ അങ്ങനെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആദ്യത്തെ എപ്പിസോഡിലോ രണ്ടാമത്തെ എപ്പിസോഡിലോ വരുന്ന ഒരു ഡയലോഗ് ഒരു 4ാമത്തെ എപ്പിസോഡിൽ റിപ്പീറ്റ് ആവും. റിപ്പീറ്റ് ആവുന്നത് ആരാണ് എന്നുള്ള രീതിയിലാണ് അത് റിപ്പീറ്റ് ആവുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ കേസ് സോൾവ്ഡ്. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പൊതുവേ കാണുന്നവർക്ക് എല്ലാവർക്കും അത് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വീണ്ടും ഒരു 2 എപ്പിസോഡും കൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഒരു പക്ഷേ ഇതൊരു 4 എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയാക്കി ഇറക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. കഥയുടെ ഒരു സിനോപ്സിസ് എന്ന് പറയുന്നത്, പഴയകാല പ്രതാപത്തിലുള്ള ഒരു സീരിയൽ കില്ലർ, ഇപ്പോൾ ജയിലിലാണ് പുള്ളിക്കാരി. അതാണ് മാധുരി ദീക്ഷിത് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, മിസ്സസ് ദേശ്പാണ്ഡെ. പക്ഷേ മിസ്സസ് ദേശ്പാണ്ഡെ എന്ന് ഭർത്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴൊക്കെ അങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. പുള്ളിക്കാരിയുടെ പാസ്റ്റ് ട്രോമ, അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത്, ഉള്ളിലെ ആ വിഷമവും കാര്യങ്ങളും, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മാത്രമേ ഇതിനകത്ത് അടിപൊളിയായിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ഈ ഡയറക്ടർ, ഈ കിട്ടിയ ഡയറക്ടറും റൈറ്ററും പുള്ളി തന്നെയാണ്. അത്യാവശ്യം നല്ല ലേസി റൈറ്റിംഗ് ഉണ്ട്. വലിയ ഇന്നോവേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ചിന്തിച്ച് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റേജ് ചെയ്തിരിക്കുന്നതും ആ സ്ക്രീനിൻ്റെ ആ ഒരു സ്ക്രീൻ പ്ലേയുടെയൊക്കെ ഒരു രീതിയൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാധുരി ദീക്ഷിത് പോകുമ്പോൾ, അതിന് പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ജയിലിലാണ്, ഹൈദരാബാദിലാണ്. മുംബൈയിൽ ഇതുപോലെ കൊലപാതകങ്ങൾ 12 വർഷങ്ങൾക്ക് ശേഷം സീരീസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാധുരി ദീക്ഷിത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയാൻഷു ചാറ്റർജിയുടെ കഥാപാത്രം, പുള്ളി ഒരു DGP അങ്ങനെ എങ്ങാണ്ടാണ്, SP എങ്ങാണ്ടാണ്, അങ്ങനെ ഇവരുടെ ഹെൽപ്പോടുകൂടി കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നെ കഥ അൺഫോൾഡ് ആവുകയും അത് നല്ല രസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവരായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും കാരണം. അങ്ങനെയൊക്കെ നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം ഈ സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കണ്ട ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ഹാവിങ് സെഡ് ദാറ്റ്, മാധുരി ദീക്ഷിത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ നിങ്ങളൊരു മാധുരി ദീക്ഷിത് ഫാനാണ്, ഈ കഴിഞ്ഞ കാലങ്ങളിലെ 1-2 പടങ്ങളുണ്ട്, മജാമ, വേറെയും പടങ്ങളുണ്ട്, ഞാൻ മറന്നുപോയി. പക്ഷെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടോ പുള്ളിക്കാരിക്കൊന്നും ചെയ്യാനില്ല. ഇത്രയും വലിയ സ്റ്റാറും ഇത്രയും നല്ല പെർഫോമറും ആയിട്ടുള്ള ഒരാളെ ഇതിനകത്ത് കുറച്ച് സ്റ്റണ്ട് സീക്വൻസുകളുണ്ട്, അതൊക്കെ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. കുറേ കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പം ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്, അത് പുള്ളിക്കാരി ചെയ്തു കൊടുക്കുന്നത്. പുള്ളിക്കാരിയെ ചുറ്റും സറൗണ്ട് ചെയ്ത് പോലീസുകാർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവരോട് വളരെ ട്രിക്കി ആയിട്ട് സംസാരിക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് ഇമ്പ്രസീവായിട്ടുള്ള മാധുരി ദീക്ഷിത് മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങളൊരു മാധുരി ദീക്ഷിത് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് കോഫി ഐ വുഡ് സേ.